എന്നേട്ടാ വെള്ളം. അല്ലേട്ടാ അനിയത്തിയുടെ കല്യാണമില്ലേ, നമ്മള് വിളിക്കോ? എനക്ക് തോന്നണോ വിളിക്കോ? അവളുടെ നിശ്ചയവും പെൺനിശ്ചയവും വിളിച്ചില്ല, ചെക്കൻ നിശ്ചയവും വിളിച്ചില്ല, പിന്നെ നമ്മളെ കല്യാണം വിളിക്കാൻ പോണം. എനിക്ക് തോന്നണ അമ്മ ഒന്ന് വിളിക്കോന്നാണ്. കല്യാണം അടുത്തായില്ലേ, ഇപ്പൊ ദേഷ്യമൊക്കെ മാറിയിട്ടുണ്ടാവുന്നേ. എന്റെ അമ്മയല്ലേ, നല്ല ടീമാണ്. അമ്മയും കണക്കാണ്, അച്ഛനും കണക്കാണ്, അവര് വിളിക്കൂല. ഏട്ടാ നീ അമ്മ വന്നേ, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ദേഷ്യമൊക്കെ മാറി. അമ്മേ വാ കേറി. അല്ല നിനക്ക് സുഖമല്ലേ? ആ സുഖമായിട്ടിരിക്കണ്. അമ്മന്റെ വീട്ടിലോട്ട് വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. വന്നോന്നൊന്നും വിചാരിച്ചതുമല്ല, പിന്നെ വരണ്ട ഒരാവശ്യം വന്ന്. അറിയാല അവളുടെ കല്യാണം എത്തി, എന്റെ പെങ്ങക്കട. ഈ ചിങ്ങം 17-നാണ് കല്യാണം. അച്ഛനോട് വന്ന് വിളിക്കാൻ പറഞ്ഞപ്പ അച്ഛന് പറ്റൂലെന്ന് പറഞ്ഞു. അച്ഛനെ ധിക്കരിച്ച് പോകുന്നതാണല്ലോ, അതുകൊണ്ട് തന്നെ അച്ഛൻ ഇങ്ങോട്ട് വരൂലെന്നാണ് പറഞ്ഞത്. പിന്നെ വിളിക്കാതിരിക്കാനും പറ്റൂലല്ല, അവൾക്ക് നിർബന്ധം അവളുടെ കല്യാണത്തിന് അവളുടെ ചേട്ടൻ വേണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ വന്ന് വിളിച്ചത്. അപ്പൊ ചിങ്ങം 17 ഞായറാഴ്ച കല്യാണം, എത്തിയേക്കണം. അതെ, എനിക്കൊന്നും വേണ്ട കുടിക്കാനൊന്നും, അതും ഇവിടെ ആയോണ്ടല്ലേ എനിക്ക് വേണ്ട. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കല്യാണത്തിന് വരുമ്പോ നീ മാത്രം വന്നാൽ മതി. അവൾക്കൊരാങ്ങള മാത്രം മതി, അല്ലാതെ നാത്തൂന് മാത്രം കൊച്ചൊന്നും അങ്ങോട്ടേക്ക് കൊണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞത് അപ്പൊ എന്റെ ഭാര്യ കൊച്ചിനെ കൊണ്ടല്ലേ? എന്നോട് പറഞ്ഞത് മനസ്സിലായില്ലേ? അവരെ കൊണ്ടുവരണ്ടെന്ന് ഞങ്ങളുടെ ഇഷ്ടപ്രകാരമല്ല നിങ്ങളുടെ കല്യാണം വന്നത്. അതുകൊണ്ട് ഇവളെയും കൊച്ചിനെ ഞാൻ അംഗീകരിക്കാനും പോണില്ല. അതുകൊണ്ട് നീ മാത്രം വന്നാ മതി. അങ്ങനെ ഞാൻ വരില്ല അമ്മേ. എന്റെ ഭാര്യക്കും കുഞ്ഞിനെ സ്ഥാനമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് ഞാൻ വന്നത് ശരിയല്ലല്ല. പിന്നെ അമ്മയും അച്ഛനും എന്ന് എന്റെ ഭാര്യനെ കുഞ്ഞിനെ അംഗീകരിക്കുന്നു, അന്നേ ഞാൻ ആ വീട്ടിലേക്ക് വരുള്ളൂ. വേറൊന്നും വിചാരിക്കരുത്, ഇതെന്റെ കുടുംബമാണ്. എന്റെ കുടുംബത്തിന് ഞാനൊരു വില കൊടുത്തില്ലെങ്കിൽ മറ്റുള്ളവരാരും എന്റെ കുടുംബത്തിനൊരു വില കൊടുക്കൂല. അതുകൊണ്ട് ഞാൻ വരില്ല അമ്മേ. പിന്നെ എന്റെ അനിയത്തിക്ക് വേണ്ടി ഈ ചേട്ടന്റെ പ്രാർത്ഥന എന്നും അവളോടൊപ്പം ഉണ്ടാവുമെന്ന് അമ്മ അവളോട് പറഞ്ഞാൽ മതി. എന്റെ പ്രാർത്ഥനയും അനുഗ്രഹവും എന്നും അവളുടെ കൂടെ തന്നെ ഉണ്ടാവും. നമുക്ക് എന്നോട് ദേഷ്യം തോന്നരുത്. അപ്പൊ ഇതാണ് എന്റെ തീരുമാനം? അതെ അമ്മേ, ഇതാണ് എന്റെ തീരുമാനം. ഞാൻ പോലും എന്റെ ഇഷ്ടം നടക്കട്ടെ.